ഇന്നൊരു വാട്ട് ഈറ്റിൻ്റെ ഡേ ആണ്. ഈ വാട്ട് ഈറ്റിൻ്റെ ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനാണ് ഗൈസ്. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും മാത്രം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞു. അമ്മ ഒരു വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടി പോയതുകൊണ്ട് ഞാനാണ് അപ്പോൾ ഇന്ന് കുക്കിംഗ്. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ നല്ല പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ പഴങ്കഞ്ഞിയിൽ നല്ല കട്ട തൈരും പിന്നെ ഒരു ചമ്മന്തിയും കൂടെ അരച്ചു ഞാൻ, ഉള്ളി ചമ്മന്തിയും കൂടെ. എൻ്റെ പൊന്നു എന്തൊരു ടേസ്റ്റാണെന്നറിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴങ്കഞ്ഞിയിൽ തൈര് ഒഴിച്ച് കഴിക്കാൻ. കൂടെ അച്ചാറോ ചമ്മന്തി എന്തേലും മതി, ശരിക്കും സ്വർഗം. ഞാനും ഹാപ്പി, എൻ്റെ വയറും ഹാപ്പി ആയിരുന്നു ഇന്ന്. ആ പഴങ്കഞ്ഞിയിൽ കുറച്ച് ചമ്മന്തിയും പിന്നെ ഇതാണ് താമരത്തണ്ട് വറ്റൽ. നിങ്ങളുടെ അവിടെ ഇതിനെന്താ പറയേണ്ടതെന്ന് പറയാമെന്ന് എനിക്കറിയില്ല. ഇത് പാലക്കാടത്തെ ഒരു സ്പെഷ്യൽ വറ്റലാണ്. ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ഞാൻ തൈര് ചാലിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് അങ്ങനെ പറയും, തൈര് താളിച്ചതെന്നോ ചാലിച്ചതെന്നോ അങ്ങനെ രണ്ടും പറയും. ഇത് എൻ്റെ തന്നെ ഒരു റെസിപ്പിയാണ്, ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇത് വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. തൈര് എൻ്റെ വീട്ടിലെ ഒരനിയൻ കഴിക്കില്ല, പിന്നെ അമ്മയും കഴിക്കില്ല. തൈര് ഇഷ്ടമല്ല അവർക്ക് രണ്ടുപേർക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ രണ്ടുപേരും നിറയെ കഴിച്ചോളും. കാരണം അത്രയ്ക്ക് ടേസ്റ്റായത്. ശരിക്കും ഇതിൻ്റെ റെസിപ്പി ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇത് വേറെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ചമ്മന്തിയും വറ്റലും കുറച്ച് കണ്ണിമാങ്ങയും കൂടെ കൂട്ടി കഴിക്കേണ്ട സാറേ കിട്ടില്ല. ശരിക്കും വായിക്കൂടെ വെള്ളം വരും എനിക്കിതിപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴടക്കും. അത്ര ടേസ്റ്റായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ശരിക്കും രാവിലെ ഉച്ചയ്ക്കും നല്ല അടിപൊളി ഫുഡ്. കണ്ണിമാങ്ങ നല്ല പുളിപ്പും എരിവും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ഞാൻ കൂട്ടി കുഴച്ചങ്ങ് കഴിച്ചു. അടിപൊളി കേട്ടോ. നിങ്ങളതെന്തായാലും ഉണ്ടാക്കി നോക്കണം. ഞാൻ തൈരിൻ്റെ റെസിപ്പി എന്തായാലും ഇടാം. എൻ്റെ ഒരു സീക്രട്ടാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. ലാസ്റ്റാണ് ഞാൻ ആ പ്ലേറ്റത്തെ എല്ലാം ഒരു വറ്റ് പോലും ഇല്ലാതെ ഞാൻ കഴിച്ചു. രാത്രിക്ക് ഞാൻ കൊറിയൻ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഇതെൻ്റെ അനിയൻ മേടിച്ച് വെച്ച കൊറിയൻ നൂഡിൽസാണ്. ഇത് അവനറിയാതെ ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നതും. അവനൊന്ന് വീട്ടിലില്ലാത്തതുകൊണ്ട് അവൻ വന്ന് എന്തായാലും എനിക്ക് അടി വാങ്ങും, ഞാൻ അടി കൊള്ളും. അപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. ശരി, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കൊറിയൻ നൂഡിൽസ് കഴിക്കുന്നത്. വായി മുട്ടിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ, അത്ര എരിവായിരുന്നു. ലാസ്റ്റ് എനിക്കെരിവ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എരിവ് നിറയെ കഴിക്കുകയും ചെയ്യും, ഇങ്ങനെ എരിവ് വലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ എരിവ് ഇത്ര കഴിക്കേണ്ടെന്ന് അമ്മ എപ്പോഴും പറയുന്നുണ്ട്. ഞാൻ അച്ചാറൊക്കെ കിട്ടി അര ബോട്ടിലൊക്കെ കഴിക്കും. അത്ര എരിവ് കഴിക്കുന്ന ആളാണ് ഞാൻ. ലാസ്റ്റ് എനിക്ക് തല ഇറങ്ങാൻ തുടങ്ങി. അത്രയ്ക്ക് എരിവായിരുന്നു അതിന്. കുട്ടികളാരും ഇത് കഴിക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ, കാരണം ഇതത്ര നല്ലതല്ല ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒരു വാട്ടർമെലനും കൂടെ കട്ട് ചെയ്ത് കഴിച്ചു. ഇത് ഫ്രിഡ്ജ് വെച്ചതൊന്നും നല്ല തണുപ്പും ഉണ്ടായിരുന്നു, നല്ല മധുരവും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്ര